ഹലോ. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് ഏകദേശം 7:30 ആയിട്ടുണ്ട്. ബേബി നല്ല ഉറക്കമാണ്, നമ്മുടെ വാവയും നല്ല ഉറക്കമാണ്. വാവേനെ നമ്മളെപ്പോഴും തൊട്ടിലിൽ തന്നെ ആട്ടോ ഉറക്കണത്. അപ്പോൾ എനിക്കും ബേബിക്കുള്ള ചായ ഞാൻ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ബേബിനെ വിളിച്ചപ്പോൾ ബേബീൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ എണീക്കണില്ല, ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് വിളിക്ക്, അപ്പോൾ എണീക്കാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടുപേരും കൂടി കിടക്കട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് ബേബിക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം അടുപ്പത്ത് വെക്കാമെന്ന്. എല്ലാ ദിവസവും ചൂടുവെള്ളത്തിലല്ല കേട്ടോ കുളിക്കണത്, ഇതിപ്പോൾ തണുപ്പായതുകൊണ്ട് ജസ്റ്റ് ചൂടുവെള്ളം തിളക്കണ സമയം കൊണ്ട് നമുക്ക് ഉച്ചത്തേക്കുള്ള ലഞ്ച് പാക്ക് ചെയ്യാം. ലഞ്ചിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ്, പിന്നെ തലേ ദിവസത്തെ ചിക്കൻ കറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചൂടായിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ, അത് നമുക്ക് ബേബിക്ക് തന്നെ കൊടുത്തു വിടാം. അപ്പോൾ കറി വെക്കാൻ ലഞ്ച് ബോക്സിൽ തന്നെ ഒരു കുഞ്ഞ് ഓപ്ഷനുണ്ട്, വേറെ പാത്രത്തിലല്ല അതിൽ തന്നെ ആട്ടോ. പിന്നെ വേറെ കറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, അതും ഞാൻ കൊടുത്തു വിട്ടു. എന്നിട്ട് നമ്മൾ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് ടേബിളിൽ വെച്ചു. ആ സമയം കൊണ്ട് നമ്മുടെ വാവ എണീറ്റിട്ടുണ്ടായിരുന്നു. വാവേനെ നമ്മൾ എണീപ്പിച്ച് ബെഡിൽ കിടത്തിയ ശേഷം നമുക്കൊന്ന് അത്യാവശ്യമായിട്ട് പൊക്കത്തെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞാൻ അമ്മാമ്മയുടെ കയ്യിൽ വാവേനെ ഏൽപ്പിച്ചിട്ടാട്ടോ പൊക്കത്തെ വീട്ടിലേക്ക് പോകണത്. നമുക്ക് വേഗം ഓടിപ്പോയിട്ട് വരാം. പൊക്കത്തെ വീട്ടിലേക്ക് എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന്. പിന്നെ നല്ല മഴയായതുകൊണ്ട് പോയില്ല പൊക്കത്തെ വീട്ടിലേക്ക്. അപ്പോൾ ബേബിയുടെ റെയിൻകോട്ട് ഇവിടെ ആയിരിക്കണത്, ഇനി ഇവിടെ നിന്ന് ബേബി വന്ന് എടുക്കത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എടുത്ത് വെക്കാം, ഇല്ലെങ്കിൽ പിന്നെ നനഞ്ഞു കൊണ്ടുവരും. പൊക്കത്തെ ടേബിളിൽ ഇരിപ്പണം, നമുക്ക് വേഗം കഥ തുറന്ന് റെയിൻകോട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ റെയിൻകോട്ട്. ഇനി ഞാനുണ്ടല്ലോ ഹാളിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാം. ഇതവിടെ ഒരു കുളമുണ്ടേ, കാണാൻ പറ്റണുണ്ടോ എന്നറിയത്തില്ല, പച്ചയായിട്ട് കിടക്കുക. പിന്നെ നമുക്ക് വേഗം കഥവ് ക്ലോസ് ആക്കിയിട്ട് താഴത്തെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അവിടെ ചെന്നിട്ട് എനിക്ക് യൂണിഫോം തേക്കാനുണ്ട് ബേബീൻ്റെ. അപ്പോൾ യൂണിഫോമൊക്കെ ഞാൻ തേച്ച് വെച്ചു. പിന്നെ രാവിലെ ബേബിക്ക് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും ചിക്കൻ കറിയും എടുത്തു വെച്ചു. ബേബി റെഡി ആയി കഴിഞ്ഞാൽ ഭക്ഷണവും കഴിച്ചു. ഇനി ഇറങ്ങാൻ പോവാണ് ബേബി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ